നമസ്കാരം. ജോസ് കെ മാണിയുടെ കാര്യം കട്ടപ്പുകയായി. CPIM ഇനി രാജ്യസഭാ സീറ്റ് കൊടുക്കില്ല എന്ന് മനസ്സിലായതോടുകൂടി ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഇനി കേരള രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ ഒരു രീതിയിലുമുള്ള സാധ്യതയുമില്ല എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെയും രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ BJPയുമായിട്ട് കൈകോർക്കാൻ അദ്ദേഹത്തിന് ഇപ്പോൾ മടിയുമില്ല. KM മാണിയെ സംബന്ധിച്ചും അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണമൊക്കെ തന്നെ അതിശക്തമായി നിലനിന്നപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ച് UDFലെ MLAമാർ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന് ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ പോലും എല്ലാ രീതിയിലുള്ള സഹായവും പിന്തുണയും നൽകുകയും ചെയ്തു. എന്നിട്ടും അതേ UDFനെ തന്നെ വഞ്ചിച്ചാണ് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണി ഇപ്പോൾ LDFൻ്റെ സഹായത്തോടു കൂടി ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ LDFും കൈവിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ജോസ് കെ മാണിയുടെയും പാർട്ടിയുടെയും പോക്ക്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റുകൾ 5 എണ്ണമായിട്ട് പരിമിതപ്പെടുത്താനാണ് നിർദ്ദേശം. അതായത് അവർ വിജയിച്ച സിറ്റിംഗ് സീറ്റുകൾ മാത്രം നൽകുന്നതായിരിക്കും. അതല്ലാതെ ഒരു ആനുകൂല്യവും കൊടുക്കാൻ നിവൃത്തിയില്ല. ബാക്കി സീറ്റുകളൊക്കെ തന്നെ CPIM ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ നീക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതോടുകൂടി ജോസ് കെ മാണിയുടെ പരിപ്പ് ഇപ്പോൾ ഇളകിയിരിക്കുകയാണ്. ഇനി BJPയിൽ ചാടാൻ നോക്കിയാലും BJPയും ജോസ് കെ മാണിയെയും പാർട്ടിയെയും തേച്ചൊട്ടിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കാരണം കേന്ദ്രമന്ത്രി സ്ഥാനവും MP സ്ഥാനവും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് BJP നേതാക്കൾ ജോസ് കെ മാണിയെ ക്ഷണിക്കാനായിട്ട് തയ്യാറായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കേരളത്തിൻ്റെ BJP ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹം തന്നെ ജോസ് കെ മാണിയെ കൊണ്ട് തങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. കാരണം മധ്യ തിരുവിതാംകൂറിൽ ജോസ് കെ മാണിക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. എന്തിനു പറയണം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ലോക്സഭാ സീറ്റ് പോലും നിലനിർത്താൻ കഴിയാത്ത കേരള കോൺഗ്രസ് എമ്മിന് ഇനി എന്ത് സാധ്യതയാണ് ഉള്ളത് എന്നതാണ് ചോദ്യം. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോട്ടയം ലോക്സഭാ സീറ്റിൽ തോമസ് ചാഴിക്കാടനാകട്ടെ 90,000-ഓളം വോട്ടുകൾക്കാണ് ഫ്രാൻസിസ് ജോർജിനോട് പരാജയപ്പെട്ടത്. അതേസമയം മധ്യ തിരുവിതാംകൂറിൽ BJP കൃത്യമായി ഉന്നം വയ്ക്കുന്നത് PC ജോർജിൻ്റെ ഒരു വോട്ട് രാഷ്ട്രീയമാണ്. എന്നാൽ വിദ്വേഷ പ്രസംഗം നടത്തുന്ന PC ജോർജിനെ ഇനി BJP ടിക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് BJP നേതൃത്വം പോലും ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിവാദ പരാമർശങ്ങളെ പോലും BJP ഇപ്പോൾ പിന്താങ്ങാൻ പോലും മടിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ജോസ് കെ മാണി തൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കുറേയധികം ദേശീയ നേതാക്കളെയൊക്കെ കണ്ട് MP സ്ഥാനം ഉറപ്പിക്കാൻ, ഇനിയും രാജ്യസഭയിലെ കസേരയിൽ കുളിര് കൊള്ളാൻ, അടുത്ത 6 കൊല്ലത്തെ ടേമിന് വേണ്ടിയിട്ട് MP സ്ഥാനം വാങ്ങിയെടുക്കാൻ BJPയുടെ വാതിലുകൾ ഇപ്പോൾ മുട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ജോസ് കെ മാണിക്ക് അവിടെയും രക്ഷയില്ല എന്നതാണ് സത്യം. കേന്ദ്രമന്ത്രി സ്ഥാനം പോയിട്ട് BJPയുടെ ഒരു MP സ്ഥാനമെങ്കിലും തരുമോ എന്ന് ഇരന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ജോസ് കെ മാണി. കാരണം നമുക്കറിയാം, രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും അവിടെ നിന്നായി BJPക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ജോസ് കെ മാണിയെ രാജ്യസഭ വഴി നിയമിക്കാൻ സാധിക്കും. എന്നാൽ അവരുടെ ഡിമാൻഡ് ഇത്രയുമേ ഉള്ളൂ: കേരള കോൺഗ്രസ് എമ്മിനെ BJPയിൽ ലയിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അനുഭാവപൂർവമായിട്ടുള്ള രീതിയിൽ പരിഗണിക്കാമെന്നാണ്. അപ്പോഴും അക്കാര്യത്തിൽ വ്യക്തതയൊന്നും തന്നെ BJP ഇതുവരെ തുറന്നു പറഞ്ഞിട്ടുമില്ല. എന്നാൽ കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ നിങ്ങൾക്കിനി രാജ്യസഭയിൽ BJPയുടെ സഹായത്തോടുകൂടി ജയിക്കാമെന്ന് കരുതേണ്ട എന്ന് പ്രകാശ് ജാവ്ദേക്കറിൻ്റെ ആ വാക്കുകൾ ആ രീതിയിലേക്ക് പറഞ്ഞതോടുകൂടി ഇപ്പോൾ ജോസ് കെ മാണി ആകെ നാണം കെട്ടിരിക്കുകയാണ്. ഇനി ആ പാർട്ടിയുടെ ഭാവി എന്താകുമെന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.